തസ്തിക നിർണയത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. താൽക്കാലിക ഫിറ്റ്നസ് ഉള്ള സ്കൂളുകളിലെ അധ്യാപകർക്ക് ഈ മാസം 15 മുതൽ ശമ്പളം ലഭിക്കില്ല. സർക്കാർ സ്കൂളുകളിലെ ഫിറ്റ്നസ് ഉറപ്പാക്കേണ്ടത് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് എന്നിരിക്കെയാണ് ഈ നടപടി. ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് അധ്യാപകർ. പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് മാത്രമുള്ള സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടണം എന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ ഉത്തരവ്. അതായത് തസ്തിക നിർണയത്തിന് ഫിറ്റ്നസ് നിർബന്ധമാക്കി. വലിയ ആശങ്കയാണ് ഇത് അധ്യാപകർക്കിടയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം താൽക്കാലിക ഫിറ്റ്നസ് ഉള്ള സ്കൂളുകളിലെ അധ്യാപകർക്ക് അവരുടെ ജോലി നഷ്ടപ്പെടുന്നതിലേക്ക് ഇത് നയിക്കും. താൽക്കാലിക ഫിറ്റ്നസ് ഉള്ള സ്കൂളുകൾ പൂർണ്ണ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടണം. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന സ്കൂളുകൾക്ക് മാത്രം തസ്തിക നിർണ്ണയിക്കാനാണ് തീരുമാനം. തസ്തിക നിർണയ ഉത്തരവില്ലാത്ത സ്കൂളുകളിലെ അധ്യാപകരുടെ ശമ്പളം തടയാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. ഈ മാസം 15 മുതൽ താൽക്കാലിക ഫിറ്റ്നസ് ഉള്ള സ്കൂളുകളിലെ അധ്യാപകർക്ക് ശമ്പളം നൽകില്ല എന്നതാണ് ഇതിലെ മുന്നറിയിപ്പ്. സർക്കാർ സ്കൂളുകളിൽ പൂർണ്ണ ഫിറ്റ്നസ് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം പൊതുവിദ്യാഭ്യാസ വകുപ്പിനാണ്. എന്നാൽ അത് വകുപ്പ് ചെയ്യാതെ ഫിറ്റ്നസിനെ തസ്തിക നിർണയവുമായി കൂട്ടിച്ചേർത്ത് അധ്യാപകരുടെ ജോലി നഷ്ടപ്പെടുന്നതിലേക്കാണ് സർക്കാർ നടപടി എത്തിയിരിക്കുന്നത്. വലിയ ആശങ്കയാണ് സംസ്ഥാന വ്യാപകമായി അധ്യാപകരിൽ നിന്നും ഉടലെടുത്തിരിക്കുന്നത്. പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് ഇടത് അധ്യാപക സംഘടനയുടെ തീരുമാനം. സർക്കാർ അനുകൂല അധ്യാപക സംഘടനകൾക്കും തീരുമാനത്തിൽ അതൃപ്തിയുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.